അപ്പോൾ നമ്മുടെ ചോദ്യം എന്നത് ഹൗ മെനി ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആർ റിക്വയർഡ് ടു കൺട്രോൾ എ ബൾബ് ഫ്രം 2 ലൊക്കേഷൻസ് ഇൻ ദ സ്റ്റെയർകേസ് വയറിംഗ്. സ്റ്റെയർകേസ് വയറിങ്ങിൽ ഒരു ബൾബിനെ 2 വ്യത്യസ്ത തലത്തിൽ നിന്ന് നിയന്ത്രിക്കണം. അപ്പോൾ അതിന് ഏത് തരം സ്വിച്ചുകൾ വേണം, എത്ര എണ്ണം വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെയർകേസ് ഇപ്പോൾ കയറുമ്പോഴത്തേക്കും താഴെയുള്ള അവിടെ ഒരു സ്വിച്ച് വേണം, അവിടെ കയറിയിട്ട് ആ അറ്റത്തുനിന്ന് ഓൺ ആണെങ്കിലും ഓഫ് ആക്കാനാണെങ്കിലും ആ അറ്റത്തും സ്വിച്ച് വേണം. അതായത് 2 സ്വിച്ച് വേണം എന്നുള്ള കാര്യം വേണം, ഉറപ്പാണ്. പിന്നെ അത് ഓണും ഓഫും രണ്ടും വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 2 വേ സ്വിച്ച് തന്നെ വേണം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അറിയാമല്ലോ 2 വേ നമ്മുടെ സ്റ്റെയർകേസ് വയറിംഗ് എന്നുള്ളതിൽ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, മിനിമം ഹൊറിസോണ്ടൽ ക്ലിയറൻസ് റിക്വയർഡ് ബിറ്റ്വീൻ LT ലൈൻ ആൻഡ് ബിൽഡിംഗ്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൂടി ഒരു ലോ ടെൻഷൻ ലൈൻ കടന്നു പോവുകയാണ്. അപ്പോൾ അത് ആ ബിൽഡിങ്ങും ലൈനും തമ്മിൽ മിനിമം എത്ര ക്ലിയറൻസ് അല്ലെങ്കിൽ എത്ര അകലം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് LT മാത്രമല്ല എല്ലാത്തിൻ്റെയും എത്ര ക്ലിയറൻസ് വേണമെന്ന് മനസ്സിലാക്കാം. അതായത് LT എന്ന് പറഞ്ഞാൽ 240 അല്ലെങ്കിൽ അതിന് ചെറുതായിട്ടുള്ള വോൾട്ടേജുകളാണ് പറയുന്നത്. നമ്മുടെ KCB 240 ചിലപ്പോൾ 2 ലൈൻ മാത്രമാണ് പോകണമെങ്കിൽ, നമ്മുടെ ഒരു വീട്ടിലേക്ക് സിംഗിൾ ഫേസാണ് കണക്ഷൻ എടുക്കണമെങ്കിൽ 2 ലൈനായിരിക്കും അതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ 2 ക്ലിയറൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു അറ്റത്തു നിന്ന് ലൈൻ വരെ എന്ത് ദൂരം എന്നുള്ളത്. ഇനി വെർട്ടിക്കൽ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ കൂടി അങ്ങനെ വിടാറില്ല, അങ്ങനെ വിടുകയാണെങ്കിൽ എത്ര ഗ്യാപ്പിൽ വേണം, അതായത് നമ്മുടെ ആ സീലിങ്ങിൽ നിന്ന്, അതായത് ടെറസിൽ നിന്ന് നമ്മുടെ മുകളിലേക്ക് എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കലെല്ലാം LT വരുമ്പോൾ 2.5 മീറ്ററും ഹൊറിസോണ്ടൽ അതായത് ബിൽഡിങ്ങിൽ നിന്നുള്ള അകലം 1.2 മീറ്റർ. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി ആണ്, 1.2 മീറ്റർ. LT ലൈനും കെട്ടിടവും തമ്മിൽ 1.2 മീറ്റർ അകലം വേണം. നല്ല കുറഞ്ഞതാട്ടോ പറഞ്ഞേ, 1.2 മീറ്റർ കൂടുതലായ കുഴപ്പമില്ല. അപ്പോൾ 3 ഫേസ് കണക്ഷനൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് MV ലൈനായിട്ട് കൂട്ടും. 240 to 650 വോൾട്ട് ആ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് സെയിം തന്നെയാണ്, 1.2 മീറ്ററും വെർട്ടിക്കൽ ക്ലിയറൻസ് സെയിം തന്നെയാണ്. അതായത് LT മീഡിയം വോൾട്ടേജ് ലൈനിൽ സെയിം ക്ലിയറൻസ് തന്നെ മതി എന്ന് മനസ്സിലാക്കാം. ഇനി HT ലൈൻ 11 kV ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലിയറൻസ് സെയിം തന്നെയാണ്, 1.2 മീറ്റർ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഹൈറ്റ് കുറച്ച് കൂടണം. ഇപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് പറയുന്നത് 3.7 മീറ്റർ വരുന്നുണ്ട്. ഇനി ഓൾ HT ലൈനിൽ 33 kV ആ റേഞ്ചൊക്കെ വരുന്ന ലൈനിൽ 3.7 മീറ്ററാണ് നമ്മുടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ക്ലിയറൻസ്. അതായത് നമ്മുടെ സീലിങ്ങിൽ നിന്ന്, നമ്മുടെ ടെറസിൽ നിന്ന് ഒരു 3.7 മീറ്റർ, ഓൾമോസ്റ്റ് 4 മീറ്റർ പൊക്കത്ത് വേണം ലൈൻ പോകാൻ വേണ്ടി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മീറ്റർ ഗ്യാപ്പെങ്കിലും മിനിമം വെക്കണം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് റെഗുലേഷൻ അല്ലെങ്കിൽ റൂൾ ഇൻസിസ്റ്റ് ടു പ്രൊവൈഡ് ലിങ്ക്ഡ് സ്വിച്ച് വിത്ത് ഫ്യൂസ് ഓർ ബ്രേക്കർ അറ്റ് ദ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ. അതായത് ഉപഭോക്താവിൻ്റെ വൈദ്യുതി പ്രതിഷ്ഠാപനത്തിൻ്റെ തുടക്കത്തിൽ ഫ്യൂസ് ഉൾക്കൊള്ളിച്ചുള്ള മെയിൻ സ്വിച്ചോ ബ്രേക്കറോ സ്ഥാപിക്കണമെന്ന് ഏത് നിയമമാണ് നിഷ്കർഷിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. റെഗുലേഷൻ 35, IS 3043, IS 732, റെഗുലേഷൻ 29. അപ്പോൾ ഈ റെഗുലേഷൻ അല്ലെങ്കിൽ IS 3043 732 ഏതാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. IS 3043 എർത്തിങ് സംബന്ധമായിട്ടും IS 732 വയറിംഗ് സംബന്ധമായിട്ടാണ്. അത് നമ്മൾ ഓരോ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്ക് പിന്നെ ആ 2 ഓപ്ഷനെ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ റെഗുലേഷൻ 35 29 പിന്നെ നമ്മുടെ ഇതിൽ ബാക്കി വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെഗുലേഷൻ 29 പറയുന്ന അംഗീകൃത ലൈസൻസിനെ സംബന്ധമായിട്ടുള്ളതാണ്. വൈദ്യുതി സംബന്ധമായ ജോലികൾ ഇതിനെ അതാത് സർക്കാരിന് നൽകുന്ന ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഫ്യൂസും വെക്കുന്ന കേസൊക്കെ ചോദിച്ചേക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഓപ്ഷനും നമുക്ക് തിരുത്താം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ എ റെഗുലേഷൻ 35 ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി റെഗുലേഷൻ 35 എന്താണെന്ന് വായിക്കാം. അപ്പോൾ റെഗുലേഷൻ 1435 ഉപഭോക്താവിൻ്റെ പ്രതിഷ്ഠാപനത്തിലെ സ്വിച്ച് ഗിയറുകളെ പറ്റി, അതായത് നമ്മുടെ ഈ ഫ്യൂസുകളെ അല്ലാത്ത MCB അങ്ങനത്തെ സാധനങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഉപഭോക്താവിൻ്റെ പ്രതിഷ്ഠാപനത്തിൻ്റെ തുടക്കത്തിൽ 2 സ്വിച്ച് ഗിയറുകൾ നൽകണമെന്ന് റെഗുലേഷൻ 14 35 എന്നിവയിൽ നിഷ്കർഷിക്കുന്നു. ഇതൊക്കെയാണ് ഇതിലാദ്യം സപ്ലയറും 14 സപ്ലയറിൻ്റെ കേസും, അതായത് KCB അവരെന്താ തരേണ്ടതെന്നുള്ള കേസും, രണ്ടാമത്തെ ഉപഭോക്താവും സ്ഥാപിക്കേണ്ട കേസാണ് പറയുന്നത്. അപ്പോൾ ഉപഭോക്താവിൻ്റെ പ്രതിഷ്ഠാപനത്തിൽ മീറ്റർ ബോർഡിൽ സ്ഥാപിക്കുന്ന കട്ടൗട്ട്, ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക് എന്നിവ ഈ റെഗുലേഷൻ പ്രകാരം നിഷ്കർഷിക്കപ്പെട്ടുള്ളതാണ്. എന്നാലും വീട് മറ്റ് സാധനങ്ങളിൽ ഈ ന്യൂട്രൽ ലിങ്ക് എന്ന് പറഞ്ഞ സാധനം നൽകില്ല.
അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. സപ്ലൈയുടെ സ്വിച്ച് ഗിയറിന് ശേഷം കൺസ്യൂമർ ഒരു ലിങ്ക്ഡ് സ്വിച്ചാണ് സ്ഥാപിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഫേസും ന്യൂട്രലും ഒരുമിച്ച് ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു സ്വിച്ചിനെയാണ് ഈ പറഞ്ഞ ലിങ്ക്ഡ് സ്വിച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ MCB ആയാലും നമുക്ക് യൂസ് ചെയ്യാം 4 പോൾ. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ലോക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത്. വെൻ DOL സ്റ്റാർട്ടർ ഈസ് റീപ്ലേസ് ബൈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ സ്റ്റാർട്ടിങ് അറൗണ്ട് ഓഫ് ദ മോട്ടർ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ DOL എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറും പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന് അത് ഈ DOL സ്റ്റാർട്ടറിന് വരെ ഉപയോഗിച്ച് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ ശരിക്കും DOL ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ ഉണ്ട്, ഇതുകൂടാതെ ഓട്ടോ ട്രാൻസ്ഫോമർ VFD എന്ന് പറഞ്ഞിട്ടുണ്ട്, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് 5 HP വരെയുള്ള കപ്പാസിറ്റിയുള്ള മോട്ടറുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരിട്ട് ലൈൻ വോൾട്ടേജ് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7 മടങ്ങ് വരെ ഇതിൽ കൂടെ കറണ്ട് പ്രവഹിക്കുന്നതാണ് പറയുന്നത് ഈ സ്റ്റാർട്ടർ ഉപയോഗിക്കുമ്പോഴത്തേക്കും. അപ്പോൾ DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മോട്ടറായതുകൊണ്ട് മോട്ടറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു ഹൈ കറണ്ട് വലിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നോർമൽ സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കും നോർമൽ കറണ്ടായി മാറും. അതിന് വേണ്ട കറണ്ട് മാത്രം എടുക്കും. അപ്പോൾ 7 മടങ്ങ് വരെ കറണ്ട് എടുക്കാനുള്ളൊരു സാധ്യത DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പും അങ്ങനെ ഡിപ്പൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിച്ചാൽ നമുക്ക് ഇത് കുറച്ച് ബെറ്റർ ഓപ്ഷനാണ്. കാരണം സ്റ്റാർ ഡെൽറ്റ നമുക്ക് മാനുവലി ഉണ്ട്, സ്റ്റാറിന് Y എന്നാണ് എഴുതുന്നത്, ഡെൽറ്റയ്ക്ക് D എന്ന് എഴുതും. അപ്പോൾ ഓട്ടോമാറ്റിക്കും മാനുവൽ അങ്ങനെ സ്റ്റാർ ഡെൽറ്റ ടൈപ്പിലുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഡെൽറ്റയിൽ ആദ്യം സ്റ്റാറിലാണ് കണക്ഷൻ വരിക. സ്റ്റാർ കണക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വോൾട്ടേജ് ഒരു 58% കുറയുകയും ചെയ്യും. അതുകൂടാതെ കറണ്ട് 1/3 എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 33% കറണ്ട് കുറയ്ക്കാൻ ഉള്ള ഒരു അവസരമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ VVF എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കറണ്ട് 1.5% വരെ കുറയ്ക്കുന്നു. അപ്പോൾ ഓരോന്നും ഓരോ 1.5 അല്ല ഒരു 50% കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് ശരിക്കും ഈ VVF ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ വേറെ പല ഡിസഡ്വാൻറ്റേജുകളുണ്ട് അതിൻ്റെ അകത്ത്. ഹാർമോണിക്സ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളും പിന്നെ കോസ്റ്റും കൂടുതലാണ്. പക്ഷെ നമുക്ക് പ്രിസൈസായിട്ട് മോട്ടറുകളുടെ കൺട്രോൾ ഇതിലൂടെ സാധ്യമാകുന്നു, എന്നുവെച്ചാൽ സ്പീഡ് കൺട്രോൾ സാധ്യമാകുന്നു. പിന്നെ ജസ്റ്റ് ഒരു ടേബിൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ വേറൊരു പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോട്ടറും കിലോവാട്ട് HP അതിൻ്റെ കറണ്ടും അത് DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും അതിൽ വരുന്ന ഫ്യൂസിൻ്റെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നതാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കി വരിക. DOL സ്റ്റാർട്ടറിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രമൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ഫേസ് സപ്ലൈ ലൈൻ വന്ന ഒരു ഫ്യൂസ് വഴി പിന്നെ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ കോണ്ടാക്ടർ വഴി നേരെ മോട്ടറിൻ്റെ സ്റ്റാർട്ടറിലേക്ക് പോയേക്കുന്നത് കാണാം. പിന്നെ ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയുള്ള പുഷ് ബട്ടണുകളും ഉപയോഗിച്ചേക്കുന്നത് കാണാം. സ്റ്റാർട്ടർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഇത്തിരി വലിയ തോതിൽ വരുന്നു. അതിൽ 3 കോണ്ടാക്ടർ വരും: സ്റ്റാർ കോണ്ടാക്ടർ, ഡെൽറ്റ കോണ്ടാക്ടർ, മെയിൻ കോണ്ടാക്ടർ. അതുകൂടാതെ ഒരു ടൈമർ സർക്യൂട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മെയിൻ MCBയും പിന്നെ പുഷ് ബട്ടണൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, DOL സ്റ്റാർട്ടറിന് വരെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. കറണ്ട് 7 ഇരട്ടിയായിരുന്ന സാധനത്തിന് അതിന് പകരം 33% കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1/3 ഭാഗമായിട്ട് കുറയ്ക്കുക ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. അതായത് കറണ്ട് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഓപ്ഷൻ B ആണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം DOL സ്റ്റാർട്ടറിൻ്റെ സിമ്പിൾ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്ഷൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ, ഓപ്ഷൻ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിൻ്റെയാണ്. പിന്നെ ഇത് രണ്ടും സ്റ്റാർട്ടറുകളുടെ സിമ്പിളാണ്. Aയും Bയും സ്റ്റാർട്ടറുകളുടെ സിമ്പിളാണ്. അതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെയും B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DOL സ്റ്റാർട്ടറിൻ്റെയും സിമ്പിളാണ്, സ്റ്റാൻഡേർഡ് ചിഹ്നമാണ് അതിൽ കാണിച്ചേക്കുന്നത്.